അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഫൈനിഗേഴ്സിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആലുവയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് ഇങ്ങനെ വെറുതെ പുറത്ത് പോകാന്നുള്ള പ്ലാനിലാണ്. അതെ, ഓക്കെ, നമ്മൾ സെറ്റ് ആയിട്ട് എല്ലാവരും ഇപ്പോൾ മാറ്റി റെഡി ആയി ഇപ്പോൾ ഇറങ്ങണുള്ളൂ. ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പുറത്തു പോയിട്ടുള്ള ഒരു വീഡിയോ കാണാം. അപ്പോൾ ഗായ്സ് നമ്മളപ്പോൾ യാത്ര തുടങ്ങി ചെയ്യുന്നു. സ്പൾബർ. അപ്പോൾ എല്ലാവരും ഹായ് ഹായ് ഹായ്. അപ്പോൾ അമ്മ അവിടെ സൗത്തിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടപ്പള്ളി ലുലു മാളിലാണ്. അമ്മ അവിടെ പഠിക്കുകയാണ്. പിന്നെ അവൻ എത്തിയാലൊരു ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ശരി, see you there. Yay! Finally we reached in Lulu Mall. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി? ലുലു മാളിലെ അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അമ്മിനെ പിക്ക് ചെയ്യുക, നേരെ വേറെ സ്ഥലം. പോട്ടോ താഴത്തേക്ക് ഇത് 3 പോയിട്ട് വരുള്ളൂ. അല്ല, മൂന്ന് പോയിട്ട് വരാം. ചെറിയ റെസ്റ്ററാണ്. ചെറിയ സീൻ ലുക്ക്. ഔട്ട്ഫിറ്റ് കൊള്ളാം കേട്ടോ. എല്ലാരും ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്ക്. എന്റെ റോളക്സ് കാണിക്കട്ടോ. ഇത് മേലല്ലേ? എന്റെ റോളക്സ് കാണിക്കേ. റോളക്സ്. ഗായ്സ്, അപ്പോൾ അമ്നു ഇതാ സർപ്രൈസ് ആയിട്ട് ലുലുക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെന്താ വാങ്ങിച്ച അമ്നു കാണിച്ച? മാംഗോ ജ്യൂസ് വാങ്ങിച്ചു. എന്ത്? നമ്മുടെ 3K സെലിബ്രേഷൻ. എന്ത് കഴിക്കും? ഞങ്ങൾക്ക് ഓരോ ചെറിയ കാര്യവും അത് ചെറുതല്ല, വലുതാണ്. ഡിപ്രഷൻ. നമസ്കാരം. ഞങ്ങളുടെ ഓരോ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ജ്യൂസിങ് വേണം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് 3000 ഫോളോവേഴ്സ് ആയതിനാൽ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. വാ, എനിക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. വാ, എന്താ പേര്? അതൊന്നും പറയണ്ട. ഈ വേദന നിന്നെ നാണം കേട്ടോ. സിലബസ് അവരെല്ലാം എസ്കേറ്റിൽ കയറി. ഞാൻ സ്റ്റെപ്പിലൂടെ കയറി ഫസ്റ്റ് എത്താൻ വേണ്ടി നോക്കുകയാണ്. We are finding us. Yes. Follow for more videos. Yes. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഫുഡ് കോർട്ട് എത്താറായി. അവിടെ നമ്മുടെ സെലിബ്രേഷൻ. ഓക്കെ, യെസ്, വി ആർ സെലിബ്രേറ്റിംഗ്. എന്താണ്? അവർ 3K ഫോളോവേഴ്സ്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ടിന് തുടങ്ങിയ ഒരു പേജാണ് ഫൈൻഡിങ്ങേഴ്സ്. അതിപ്പോൾ ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും ചെറുതല്ല, അതൊക്കെ അത്രയും വലുതാണ്. എത്ര കാരണം 100 ഫോളോവേഴ്സ് ആയാലും 200 ഫോളോവേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ 3000 ഫോളോവേഴ്സ് ഉണ്ട്. 8 മില്യൺ ആണ് പേജ്. കസിൻസിന്റെ പേജ് 3K ഫോളോവേഴ്സ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സെലിബ്രേഷൻ. നമ്മൾ മുറിക്കാൻ പോകുന്ന കേക്കിന്റെ പേരാണ് മാർബിൾ കേക്ക്. അവർ 3K ഫോളോവേഴ്സ്. ഇതാ എങ്ങനെ കറക്കണം. നമ്മുടെ ഓരോ ചുവടുകൾക്കും കാരണമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ മുറുക്കി കത്തിയൊന്നുമില്ല. അപ്പൊ നമ്മൾ മുറിക്കുന്നത് ജയാണ്. കാരണം ഫൈൻഡിങ്ങേഴ്സ് എന്നുള്ള പേര് ഞാനാണ് എന്ന് അവൾ പറയും എന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി കൈവച്ച് പറിച്ചെടുത്ത് പിച്ച് കഴിക്കുന്നു. എല്ലാം അങ്ങനെ മുറിക്കണം.
ഹൗ ബ്രോ അത് ഫുഡിന് നമ്മള് കളിയാക്കുന്ന പോലെയാണ്. നടുവിൽ വെക്കണം എൻ്റെ അഭിപ്രായത്തില്. അപ്പൊ ഒന്നുമില്ല, അത് ഇങ്ങാണ്ട് കഴിഞ്ഞിട്ട് എരപ്പാക്കി കിട്ടില്ലുണ്ട്. ഓരോന്ന് ആലുവ നിന്നപ്പോ അവള് പറഞ്ഞ് എടപ്പള്ളി ലുലു ആണ് വൈബ്. എല്ലാരും ഓഫായി, തമ്മിൽ തല്ല അടിയായി. അമ്മ ഒക്കെ ശരിയായി. ഇനി ഓനതല്ല നമുക്ക്. വെള്ളരി പ്രാവല്ല ഇത്, കരിഞ്ഞ പ്രാവ്. വെയിലുണ്ടതാ. എന്നോട് നടക്കുന്നേ എന്താ കേക്കുണ്ടോ? ഒന്നുമില്ല, അതുകൊണ്ട് ആ ആകെ ബ്ലോക്ക് എടപ്പള്ളി മൊത്തം. അങ്ങോട്ടില്ല നേരെ സ്ട്രെയിറ്റ് നമ്മൾ ഇനി പോണത് ഫോർട്ട് കൊച്ചിക്കാണ്. നമ്മൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു മൂഡിലാണ്. ജ്യൂസ് സ്ട്രീറ്റ് ഇനി പോലെ ഇല്ല, ജ്യൂസ് സ്ട്രീറ്റ് പോണ്ട. എന്താ എന്തോ ഒരു സാധനം അടിച്ചൂടാ. പ്ലീസ് ക്യാമറ നമ്മൾ മൂസിൽ സംസാരിക്കാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, നമുക്ക് വാട്ടർ മെട്ട് ഒന്ന് കേറിയാലോ അടുത്ത് എങ്ങോട്ടെങ്കിലും. അതെയോ? അല്ലയോ സഹോദരി, നീ എങ്ങോട്ടാ വന്നത്? നമസ്കാരം, മൂസിന്റെ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അടുത്ത് എങ്ങോട്ടും വാട്ടർ മെട്രോയിലാണ്. മെട്രോ അല്ല, എന്തിനോ വേണ്ടി സഞ്ചരിക്കുന്ന വാട്ടർ മെട്രോയിലോട്ട്. ഓൺലി 5,000 ദില്ലി അല്ലല്ലോ, ഡൽഹി അല്ല, മുംബൈ. മാംഗോ ജ്യൂസ്. മയിലാട്ടത്തിൽ ഏതേ കണ്ണോട്ടൻ നമ്മളുടെ ഏറ്റവും തിരക്കുള്ളൊരു മനുഷ്യനാണ് കാണിച്ചരാ. അല്ലാ, ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ പോവാണ് നമ്മള്. ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഒന്നുമില്ല, ഒരു ഇൻട്രോ കൊടുക്കണം. മൈക്കിൾ ചോദിക്കുന്നത് കേൾക്കണം. ലാസ്റ്റ് വാപ്പാനെ പറ്റിച്ചെന്നാ? ആ പറ പറ. ഈ എന്താ മറ്റേ ബാക്കി പൈസ അവിടെ കൊടുത്തില്ല. ആ ബാക്കി പൈസ പരി കൊടുത്തില്ല. എത്ര രൂപ 300 എത്ര ഉള്ളു? 300 സംതിങ്. അതിനാ മറന്നാടെ പൊട്ട മറന്ന് അതിനാണ് പറ്റിക്കെന്ന് പറയാ. ഇവിടെ പലതും പുറത്തു വരുന്നുണ്ട്. അടുത്തടുത്ത് അമ്നുക്ക് അടുത്ത് ഡയറാട്ടോ. അപ്പൊ അടുത്ത് ഡയറാണ്. അല്ല ആരാ പറഞ്ഞു വാവേണോ? ഡയർ ചെയ്യണം. ഡയർ ചെയ്യ്. ചെറിയ സാധനം തരാം. ആ ഓക്കെ. ആ നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ട് ഉണ്ടോ? പുള്ളി മൂപ്പെടുത്ത് പോയിക്കാണ്ട് ഒരു സെൽഫി എടുക്കണം. മൂപ്പട് പറഞ്ഞാൽ മതി. മൈക്കുടിക്ക് ഒരു ഡയറാണ്, ഒരു സെൽഫി എടുക്കണം. ബ്രോ എക്സ്ക്യൂസ് മീ, പറ്റില്ലേ ഒരു ചെറിയൊരു തൊണ്ടേറ. ഞാൻ ബ്രോൻ്റെ ഒരു സെൽഫി എടുക്കണം. ഡയറായിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ നിന്ന് കസിൻസ് ഒരു ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയാണ്. എനിക്ക് ജസ്റ്റ് താങ്ക് യു ബ്രോ, താങ്ക് യു. പേരെന്താ? റിനോ. അമീൻ. ശരി. സാധനം തൂക്കിയാണ്. ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ നമ്മൾ തൂക്കിയാണ്. എടുക്കുന്ന് പറഞ്ഞാൽ എടുക്കും. നമുക്ക് പേടില്ല. ജോണ്
ആ മൈക്ക് കൊടുക്ക അങ്ങോട്ടേക്ക് മാറ്. ഞാനാണോ കൊടുക്കണ്ടേ അവർക്ക്? ആ നീയാണോ? അനക്ക് തരാണോ ഓക്കെ ഡെയറാണേ. ഞാൻ ട്രൂത്ത് എടുത്തത് അപ്പോൾ ഓക്കെ അവിടെ 2 ഗേൾസ് അല്ല പിന്നെ ഓരോരുത്ത് പോയിട്ട് എനിക്കിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കസിൻസിന്റെ പേജ് ഉണ്ട്, ഫൈൻഡിങ് അസ് ഫോളോ ചെയ്യിപ്പിക്കാം. ഒരൊറ്റ ആളോട് അലാകെ ഒന്നുമില്ല. അവരുടെ അടുത്ത് പോവാ, അവിടെ 2 ഗേൾസ് ഇരിക്കണ്ട്, അവരുടെ അടുത്ത് പോവാ. ഇംഗ്ലീഷ് ആണെങ്കിലാ പേജ് എന്നൊക്കെ പറഞ്ഞോ? ഇല്ല ഓനെ ചെയ്യണം. ഞാൻ മാത്രമേ ഡയറി മര്യാദ പോയി ചെയ്തിട്ടുള്ളൂ. അതെ നീ അടിപൊളിയായി ചെയ്തടാ കുട്ടാ. ആയിക്കോട്ടെ ഞാൻ അവിടെ പോയി പറഞ്ഞു. ആ ഓക്കെ യെസ് ജോ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് ഫോളോ ചെയ്യണമെന്നില്ല. അതോ മര്യാദ ഒന്നും എല്ലാ തോന്നുന്നില്ല. ഇത് കാണിച്ചടി. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്തും പാടിയ ചെയ്താ എടാ പോ ഹലോ ഫ്രീ ആണോ? അല്ല ഹായ് ഐ ലവ് യു. ഇങ്ങനെയാണ് ബാവ മെസ്സേജ് അയക്കല്. ബാവന്റെ സ്ഥിരം ഡയലോഗ്. അങ്ങനെയാണ് മൂസിനെ വളച്ചെടുത്തത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അപ്പൊ ജോ പോകുന്നുണ്ട്. മോനക്ക് അടി കിട്ടാണ്ട് നോക്കിയാൽ മതി. ഫ്രീ ആണ്. ഒരു ഡയറി കിട്ടിയതാണ്. കസിൻസിന്റെ ഒരു പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ അൺഫോളോ ചെയ്താലും അവൻ ഇൻട്രോവേർട്ട് അല്ല ഗൈസ്. അവൻ അതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നു. നിങ്ങൾക്കുണ്ടോ? പറഞ്ഞാലാ നമ്മളെല്ലാരും നോക്കുമ്പല്ലേ ഒരു സമാധാനിപ്പിക്കാൻ കൈകിരും. വേറെ ആരടുത്തും പോയി കണ്ട ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണ്? എനിക്കൊരു പാട്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിനെ കാണിച്ചു. മറ്റേ കണ്ണി ആ പാടാം, അവിടെ പാടാം. അപ്പൊ ഗൈസ് ഇതാ വാ പോകുന്നുണ്ട്. ബ്രോ ഫ്രീ ആണോ? ഒരു ഡയറി ആണ് എന്റെ കസിൻസ്. ഇന്നെന്തെങ്കിലും നടക്കും. ഇവിടെ വന്നിട്ട് ഞാൻ പാട്ട് പാടണം, ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ ഞാൻ പാട്ടുകാരനല്ല, ഞാൻ കണ്ട മാറി പാടണം. ഓക്കെ. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം നോവും പൊള്ളും വേണ്ട, അരികത്ത എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, നിന്നും നെഞ്ചുരുക്കി ഇരയാത്താളമില്ല. ഓ ബ്യൂട്ടിഫുൾ. ചായുറക്കാൻ നിങ്ങൾ തമ്മിൽ എന്തിലുണ്ടോ? എനിക്കറിയില്ല. ഓ ഇല്ലെങ്കിൽ ഉച്ചാറായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പേജ് ഉണ്ടാവും, ഫൈൻഡിങ് അസ്. ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. മുത്തു ചോദിക്കാം. ആ മൈക്ക് കൊടുക്ക്. അങ്ങനെ ആ ചെക്കനോട് ചോദിക്കണ്ടേ നിങ്ങൾ ഇവിടെ എന്താ ഫ്രീ ആയിട്ട് കൊടുക്കണോ ചോദിക്കാം. ചേട്ടാ ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, എന്നാ ശരി. ആക്ച്വലി ഡയറി കിട്ടിയതാണേ. ഫ്രീ ആയിട്ട് വിട്ടു ചില്ലിയായിരുന്നു. ഓക്കെ എന്നാ ശരി. ഇത് പോരെ, ഇത് അത്ര ടോപ്പായിട്ട് തോന്നിയില്ല. അപ്പൊ ഗൈസ് അപ്പോ ഒരു സാധനം ഉണ്ട് ചെയ്യോ. ഇത് സിമ്പിൾ സാധനമാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ വാ. സംഭവം എന്താന്ന് വെച്ചാല് ആ എസ്കലേറ്റർ ഇല്ലേ, അതിങ്ങനെ ഇങ്ങനെ താഴോട്ട് പോവാ, എന്നിട്ട് നിന്റെ മറ്റേ സ്റ്റെപ്പ് ഇടാ. അത് ഓക്കെ. ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ സെയ്യുവിന് ഡയറി കൊടുക്കുന്നത്. വെറുതെ ആരും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഈ എസ്കലേറ്ററിൽ ആള് വേണം. അതെ, എസ്കലേറ്ററിൽ ആളുമാണ്.
ആയിട്ടില്ല ഞങ്ങൾ പറയുമ്പോ ടോപ്പ് ഞാൻ പറഞ്ഞ ആളാണ്. നിന്നെക്കൊണ്ട് കഴിയും നീ എന്ത് ചെയ്യണേ ചെക്കന്മാരോടോ എനിക്ക് പുഷ്യപ്പെടാൻ അറിയില്ല അത് വേറെ കാര്യം ഒന്നാണെങ്കിലും മതി. ആരോട് പേരോടോ നല്ല ഫുഡ് കഴിക്കണം ഈ എണ്ണം വേണ്ട ഈ പുഷ്യപ്പെട്ട് പോലെ എണ്ണം പറയണ്ട പുഷ്യപ്പ് ഇവിടെ നിന്നിട്ടാ പോരാ പുഷപ്പ് ഇടാറില്ല ഗൈസ്. വലക്കന്നെ മൂടി അത് നിലത്ത് തട്ടിച്ചു മൂടില്ല അജറുല്ലസ്വതേനെ അവിടെ നിലത്തെ ചീനി പിന്നെ ഏതാടാ അപ്പൊ ലാസ്റ്റ് ജിജുക്കള് അവിടെ പോണം. അത്യാവശ്യം കുറച്ച് ക്രൗഡുള്ളൂ, വല്ലാണ്ടില്ല. അവിടെ പോയിട്ട് 10 സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക. സ്ഥലം കാണിച്ചു കൊടുക്കുന്നാല് അവരുണ്ട്. ഒന്ന് പറഞ്ഞാ എവിടെ നിൽക്കുന്നത്? നല്ല കേട്ടിട്ടില്ലേ? കളർ കണ്ടിട്ട് തമിഴ്നാട്ടിലേത് ദൈവം ഐസ്ക്രീം ഫോട്ടോ അമ്മയൊക്കെ വീശിയെടുക്കും. ഇറങ്ങിയിട്ട് പിന്നെ ഫോർട്ട് കൊച്ചി പോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ ക്രൗഡ് കാരണം നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അറിയാലോ ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് ഫോർട്ട് കൊച്ചി എങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കുമ്പളങ്ങിയിലാണ്. പിന്നെതാ ഇവിടെ അമ്മു കിടന്നുറങ്ങുന്നുണ്ട്. അതെ ഒരു പൊറ്റൻ ചെറുപ്പക്കാരൻ ഇപ്പൊ ബിരിയാണി റൈസ് ബ്രോ സൺറൈസിനെ കുറിച്ച് 2 റിവ്യൂ ജ്വരം പിടിക്കും. ഒന്നാമത്തെ സാധനം എന്താ പറയാ, പോത്താള് സൺറൈസ് കാണാൻ വന്ന് കായലിന്റെ നടുക്ക മലന്റെ മേലെ പോകേണ്ടത് പോകായി. മോൻ കിടന്നുറങ്ങിക്കോ.